ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എക്സുമായിട്ട് വീണ്ടും കണക്റ്റഡ് ആവണം, വീണ്ടും ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം, സംസാരിക്കണം, ഇടപഴകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങേണ്ടത് എന്നുള്ളതിനെ പറ്റി വലിയ രീതിയിലുള്ള ഒരു സംശയം ഉണ്ടായിരിക്കും. എന്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലാണ് എനിക്ക് ആ വ്യക്തി റിപ്ലൈ തരിക, അല്ലെങ്കിൽ ഇപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യുമോ എന്നൊക്കെയുള്ള ധാരാളം സംശയങ്ങളുണ്ടായിരിക്കാം. എന്നാൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്സ്റ്റിംഗ് സീക്രട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ ടെക്സ്റ്റിംഗ് ഐഡിയ എന്ന് പറയുന്നത് ദ റിമൈൻഡർ എന്ന് പറയുന്നതാണ്. അഥവാ കുറച്ച് എക്സാമ്പിൾസ് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള മെസ്സേജ് ആയിരിക്കണം ഞാൻ അയക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. റിമൈൻഡർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങളുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ആ ഒരു മൊമെൻറ്റ് അവരെ കൊണ്ട് അവർക്ക് ആ ഒരു മെമ്മറിയിലോട്ട് പോകാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു സ്ഥലത്ത് യാത്ര പോയിട്ടുണ്ട്. ആ സ്ഥലത്ത് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു, ലൈഫ് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മെമ്മറീസ് ഉള്ള സ്ഥലമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ അന്ന് അവിടെ പോയ സമയത്ത് ഒരു ഗാർഡനിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഗാർഡൻ്റെ പേരെന്താണ്? ഞാൻ വേറൊന്നും കൊണ്ടല്ല ചോദിക്കുന്നത്, എനിക്ക് അവിടെ ഞാൻ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തിനെ കൊണ്ട് അവിടെ ഒന്ന് പോകണമെന്നുണ്ട്, ആ സ്ഥലം ഒന്ന് കാണണമെന്നുണ്ട്, വീണ്ടും വിസിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ അത് സ്ഥലം എന്താണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേര് കൂടി ചോദിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മളന്ന് ഹൈദരാബാദ് പോയ സമയത്ത് അവിടെ നമ്മൾ ഒരു കോട്ടയിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ കോട്ടയുടെ പേരെന്താ ഞാൻ മറന്നുപോയി. ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് 2-3 ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ചോദിക്കാൻ കഴിയുന്നത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചോദിക്കാം. പക്ഷേ ദ റിമൈൻഡർ എന്ന് പറയുന്ന ടെക്സ്റ്റിംഗ് സീക്രട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതുപോലെ നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളെക്കുറിച്ചിട്ടും ചോദിക്കാവുന്നതാണ്. ഗോട്ട് ഇറ്റ്. രണ്ടാമതായിട്ട് പറയുന്നത് ദ ഫേവർ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. ദ ഫേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുന്ന സഹായമായിരിക്കണം. അവർക്കൊരു ബുദ്ധിമുട്ട് വരരുത്. അത്ര ഈസി ആയിട്ടുള്ള ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് അവരോട് ചോദിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും പ്ലാനിങ്ങിലാണ്, അപ്പോൾ വീടിൻ്റെ പെയിൻറ്റ് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ നല്ലൊരു പെയിൻറ്റ് വീടിനടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സജഷൻ, കളർ സജഷൻ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെയിൽ അയക്കണം, കംപ്ലീറ്റ് പ്രൊഫഷണൽ മെയിലായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഹെൽപ്പ്, എനിക്കിങ്ങനെ ഒരാവശ്യത്തിനൊരു മെയിൽ അയക്കണം, അതെങ്ങനെ അയക്കേണ്ടത്, അതിൻ്റെ ഒരു ഡെമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് എനിക്കൊന്ന് ചെയ്തു തരാമോ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അറിവുള്ള, അവർക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഫേവർ ചോദിക്കുന്നത് കൊണ്ട് ആ ഇൻട്രാക്ഷൻ അവിടെ ബിൽഡ് ആവാനും അത് സ്റ്റാർട്ട് ചെയ്യാനും ഉള്ള ഒരു ഓപ്പണിംഗ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ദ ഫേവർ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിംഗ് സീക്രട്ട് നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ്. ദെൻ മൂന്നാമത്തെ ഒരു ടെക്സ്റ്റിംഗ് സീക്രട്ട് എന്ന് പറയുന്നത് ദ എക്സൈറ്റർ എന്നുള്ളതാണ്. അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുക എന്നുള്ളതാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഇപ്പോൾ അവർക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഇതുവരെയായിട്ട് അവർക്ക് അവിടെ പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നീ അന്ന് പറഞ്ഞിരുന്നില്ലേ ഒരു പബ്ബ്, ആ പബ്ബ് ക്ലോസ്ഡ് ആയിരുന്നു, നമുക്ക് അന്ന് അവിടെ പോകാൻ പറ്റിയില്ല, പക്ഷേ ഇപ്പോൾ ആ പബ്ബ് ഓപ്പൺ ആയിട്ടുണ്ട്, ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു, നല്ല നൈസാണ്, അടിപൊളിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു മെമ്മറി ഷെയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു സുഹൃത്ത് ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ PG പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്യാമ്പസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സജഷൻസൊക്കെ ബ്രേക്കപ്പിന് മുമ്പ് നിങ്ങളോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഇങ്ങനെ പറയാം, ഞാനൊരു സുഹൃത്തിനെ കണ്ടിരുന്നു, അപ്പോൾ അവർ അവിടെ ആ കോളേജിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കോളേജിനെ കുറിച്ച് പഠിച്ചപ്പോൾ അടിപൊളി കോളേജാണ് എന്നുള്ളൊരു ഫീഡ്ബാക്കൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, നീ അവിടെയല്ലേ ജോയിൻ ചെയ്യാൻ പോകുന്നത്, നല്ല ക്യാമ്പസാണ് കേട്ടോ, അവിടെ പഠിക്കുന്നവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. അതിനെപ്പറ്റി എനിക്ക് അറിയാൻ സാധിച്ചു
എന്നുള്ള രീതിയിലൊക്കെ അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന, അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു, നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാം, അവരെ അറിയിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ 3 തരത്തിലുള്ള ടെക്സ്റ്റിംഗ് സീക്രട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് ദ റിമൈൻഡർ എന്ന് പറയുന്ന ടെക്സ്റ്റിംഗ് സീക്രട്ട്, രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് ദ ഫേവർ എന്ന് പറയുന്ന ടെക്സ്റ്റിംഗ് സീക്രട്ട്, മൂന്നാമത്തത് ദ എക്സൈറ്റർ എന്ന് പറയുന്ന ടെക്സ്റ്റിംഗ് സീക്രട്ട്. അപ്പോൾ ഈ 3 ടെക്നിക്കുകൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഇത് ഒരുപാട് ടൈം കഴിഞ്ഞ ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ബ്രേക്കപ്പിന് ശേഷം 6 month ആയി, 1 year ആയി, 2 year ആയി എന്ന് പറയുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഒന്ന് അത് ഹീലാവാൻ വേണ്ടിയിട്ട് ഒരു ടൈം കൊടുക്കുക. കുറച്ചു കാലം ആബ്സെൻസ് എന്ന് പറയുന്ന സീക്രട്ട് കീപ്പ് ചെയ്യുക. ഒരു നോ കോണ്ടാക്റ്റ് ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ആഫ്റ്റർ 30 days ശേഷം ഇത്തരത്തിലുള്ള ടെക്സ്റ്റിംഗ് സീക്രട്ടുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അപ്പോഴേക്കും അവർ ഹീലായിട്ടുണ്ടാവും. പിന്നെ പതിയെ വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും, പോസിബിളാണ്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ, വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ നമുക്ക് ഈ ലവ് റിലേറ്റഡ് ആയിട്ടുള്ള എപ്പോഴും ഇപ്പോൾ സ്റ്റിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമുണ്ടെങ്കിൽ ആ ഭയം മാറ്റി നിങ്ങൾ തമ്മിൽ കൂടുതൽ അറ്റാച്ച്ഡ് ആക്കാനുള്ള, അല്ലെങ്കിൽ ജസ്റ്റ് ബ്രേക്കപ്പ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് പാച്ചപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സപ്പോർട്ടുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ജെന്യൂൻ കേസുകളിലൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും സപ്പോർട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. എനിവേ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.